സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുവിന്റെ അടുത്തുള്ള നിങ്ങളുടെ സമാധാനവും സമൂഹത്തെ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ ഒരാത്മാവിലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന് പാപത്തിലുള്ള ലേഖനത്താലോ സുബോധങ്ങൾക്ക് വേഗത്തിലിളകുകയും ഞെട്ടിപ്പോവുകയും വരുന്നത്. ആരും ഏതുവിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുന്നു. നാശയോഗ്യനും ധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുത്തുകയും വേണം. അവൻ ദേവാലയത്തിരുന്നു ദൈവമെന്ന് നടിച്ചു ദൈവം എന്നോ പൂജാഭിഷേകമെന്നോ പേരുള്ള സകലത്തിനു മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി മനുഷ്യരെ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറയുന്നു എന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിന് മുൻപേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോൾ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തുടർന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോവുക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ അവൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാതത്താൽ നശിപ്പിക്കും. ധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിയും പത്രവെന്നും വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൈക്കൊള്ളുകയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് പോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോൾ സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ വർണ്ണത്തിൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുതൽ പിടിച്ചോളൂ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താനും നമ്മെ സ്നേഹിച്ചു നിത്യശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലല്ലോ നൽകിയിരിക്കുന്നത്. നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. Surmoga natuga kirshiri
പാപത്തിനും മരണത്തിനും അധീനരായിരുന്നു ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്റെ മേലും മരണത്തിന്റെ മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്ത് നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഇതിന്റെ ദാസിയുടെ ശുശ്രൂഷയുടെ ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധി ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാപുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവമേ, ഈ ആയുസ്സിനെ കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന അതിനുള്ള ആയുസ്സിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടെ ഞങ്ങൾ ജീവിച്ച ബാക്കിയുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിന് യോഗ്യമായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. മൺമയനായ മക്കൾക്കു പുനരുദ്ധാനം വാഗ്ദാനം തൻ കൃപയാലേ ചെയ്തവനാം മശിഹാനാഥ, ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്ദിച്ചിടുന്നു. നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ഓരോ പ്രവർത്തിക്കുന്നതുപോൽ പകരം നൽകും മശിഹായേ. കുറ്റങ്ങളെ നീ മായിച്ച് അന്യായങ്ങളെ കഴുകണമേ. നിൻ മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ ധരിപ്പിക്കണമേ എന്നേക്കും. ന്യായാധിപനാം മശിഹായേ, ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നിന്നിടുമേ. തൃത്വരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കും സ്തുതിയും വന്ദനവും പുകഴും എന്നേക്കും. വെടിപ്പുള്ളവരായി തീരുവാനും പിതാവും പരിശുദ്ധമായ ദൈവമേ, നിന്റെ ദർശനത്തിലുള്ള കുറ്റങ്ങളുടെ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യ സന്തോഷത്തിന് ഞങ്ങൾ യോഗ്യരായി തീരുവാനും ഞങ്ങൾ കൃപ നൽകുമാറാകണമേ. എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും വീഴ്ചയും മാറിപ്പോകാത്ത നല്ല മഹിമയും നേരമെല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവരും ജീവൻ നൽകുന്നവരും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിന്ന് പ്രാപിക്കുന്നവരോ ഉയർത്തിനും നൽപ്പിച്ചവരോ സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവരും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവരും തന്നെ സൃഷ്ടിയെ പുതുതാക്കുന്നവരുമായ വിശീകരണവരാണ് തന്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷയുടെ നേതൃത്വം നമ്മുടെ ആയുഷ്കാലത്തിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമാകുന്നു. ഓശോ കാരുണ്യവാനായ കർത്താവേ, മനസ്സിലുള്ള ദൈവമേ, ഇതിന്റെ ദാസിയുടെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചിരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഈ ദാസിയുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബന്ധത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവിടെ കണ്ണുകളിന് കണ്ണുനീരിനെയും ഇവിടെ ഹൃദയങ്ങൾ അതിവേദനകളെയും നീക്കിക്കൊള്ളണമേ. ആകുലതയില്ലാതെ സമാധാനമുള്ളവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവസനത്തിൽ നിന്നവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ പ്രത്യാശ കൊണ്ട് ഇവിടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലങ്കൈ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് അവരുടെ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടുവരെ സന്തുഷ്ടരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകണമേ.
പ്രതിദാനം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവന നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്ത് നിന്നുള്ള ഉറപ്പാട് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. എന്റെ സിംഹാസനത്തിന് മുമ്പാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂപമായിരിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. പിതാവേ, അവിടുന്നാണ് ഞങ്ങളുടെ ജീവന്റെ ഉറവിടം. അങ്ങയിലാകുന്നല്ലോ ഞങ്ങളുടെ ജീവന്റെ അവസാനവും. പ്രകാരം കർത്താവേ, നിന്നുള്ള വിശ്വാസത്തെ ചെയ്യുകയും നിന്നിൽ ആശ്രയം വെക്കുകയും ക്രൂശിലൂടെ ഞങ്ങൾക്ക് സാധ്യമാക്കി തന്ന രക്ഷയുടെ സന്തോഷവും സമാധാനവും ദൈവകൃപയും അനുഭവിപ്പാൻ കൊണ്ടിടയായി പ്രിയപ്പെട്ട അമ്മ അങ്ങയുടെ കരുണയിലും കൃപയിലും ജീവിച്ചുവെന്ന് കർത്താവ് ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ സാക്ഷിക്കുന്നല്ലോ. ദൈവമേ, ഞങ്ങളുടെ ആയുസ് ചെറുതെന്നും അപ്രകാരമുള്ള ദൈവകൃപയിൽ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ കർത്താവെ ചെറിയ ആയുസിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാൻ നൽകുന്ന അവസരങ്ങൾക്കാട് സ്തോത്രം, നൽകുന്ന കുടുംബജീവിതത്തിനാട് സ്തോത്രം. ഈ പ്രിയപ്പെട്ട ഭവനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവളാൽ തന്റെ ഭവനത്തെ നയിപ്പാൻ കൃപ ചെയ്തതിനായി സ്തോത്രം. മക്കളെയൊക്കെ ദൈവകൃപയെ നയിപ്പാൻ ഇടയാക്കിയതിനായി സ്തുതിക്കുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാതെ നടത്തിപ്പിലും കരുതലിലും കർത്താവെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി ഒക്കെ ദൈവത്തിന്റെ സന്നദ്ധത്തിൽ ഇടിവ് നിൽപ്പാൻ, അവരുടെ നന്മ കണ്ട് അവരോടൊപ്പം സന്തോഷിപ്പാനൊക്കെ കൊടുത്ത കൃപയ്ക്കാട് സ്തോത്രം. ആ കഷ്ടതയും രോഗത്തിന്റെയും മധ്യത്തിലൊക്കെയും കർത്താവ് നിന്റെ മകളെ കരുതിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്നു. കർത്താവെ, അപ്രകാരം കർത്താവ് ഈ കഷ്ടതയുള്ള ലോകത്തിൽ നിന്ന് നിന്റെ മകൾ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുമ്പോൾ ദൈവിക സമാധാനം കൊണ്ട് പ്രിയപ്പെട്ട മകളെ നിറയ്ക്കുകയും ബലപ്പെടുത്തുകയും പ്രിയപ്പെട്ടവരെ ശക്തീകരിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ കൃപ ചെയ്തല്ലോ. ദൈവത്തിന്റെ വലിയ കരുണയും കൊടുത്തും പൊതുജീവനായ സ്തോത്രം. കൊടുത്തുള്ള ആവശ്യങ്ങളും കർത്താവ് കൂടിയിരിക്കണം. ദൈവനാമം മഹത്വപ്പെടുക്കണം. യേശുമിശിഹായുടെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. കർത്താവിന്റെ എന്റെ മനസ്സിലുള്ളവരെ, ഈ പ്രിയപ്പെട്ട ഭവനം, പ്രത്യേകിച്ച് ഈ ഭവനത്തിലേക്ക് വരുമ്പോൾ ഈ പ്രിയപ്പെട്ട അമ്മയുടെ സന്തോഷത്തോടുള്ള പുഞ്ചിരി, ആ സ്നേഹത്തോടുള്ള ഇടപെടലൊക്കെ തന്നെ വളരെ സന്തോഷകരമാണ്. ഈ പ്രിയപ്പെട്ട ഭവനം ദൈവത്തിന്റെ കരുണയിൽ ആശ്രയം വെച്ചിട്ട് ഈ പ്രിയപ്പെട്ട അമ്മയെ ഏറിയ സന്തോഷത്തോടുകൂടെ ശുശ്രൂഷിക്കുന്നത് കാണുവാൻ ഇടയായിട്ടുണ്ട്. ഒരു 2 ആഴ്ചകൾക്ക് മുമ്പായിട്ട് തന്നെ ഈ ഭവനത്തിൽ വന്ന് അമ്മയുടെ കിടക്കയിലൊക്കെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുവാനായിട്ടും ആ വലിയൊരു സന്തോഷത്തോടുകൂടെ പ്രിയപ്പെട്ട ആനറ്റ് വന്നു ചേർന്നതിലൊക്കെ ഉള്ള സന്തോഷം, ആ ഒരു വലിയ കൂട്ടായ്മ പ്രിയപ്പെട്ട മക്കളിൽ നിന്നൊക്കെ ലഭിക്കുന്ന, എന്നാൽ വേദനയും ശാരീരികമായ ക്ഷീണതയൊക്കെ ഉണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിലൊക്കെ പ്രിയപ്പെട്ട പ്രിയമാമയ്ക്ക് ശുശ്രൂഷിപ്പാനൊക്കെ ദൈവം കൃപ ചെയ്തു. കൊച്ചുമക്കൾക്ക് പ്രിയപ്പെട്ട അമ്മച്ചിയോടൊപ്പം ആയിരിക്കാനായിട്ട് ഇടയായി. ഈ വാത്സല്യ ഭവനത്തിൽ വരുമ്പോഴൊക്കെ ഇവിടെ ഭിത്തിയിൽ തൂങ്ങിയിരിക്കുന്ന ഈ അമ്മയുടെ മകന്റെ പടം, പ്രിൻസ് എന്നാണ് പേര്, വീടിന്റെ പേര് പ്രിൻസ് ആണ്. എന്റെയും പേര് അത് തന്നെയാണല്ലോ. അതുകൊണ്ട് എപ്പോഴും അമ്മച്ചിയോട് അതൊക്കെ പറയുവാൻ ആ ഒരു വലിയ സ്നേഹത്തിന്റെ കൂട്ടായ്മ ജെറുസലേം മാർത്തോമ്മയുടെ വലിയ സുൽത്താൻ പ്രാർത്ഥന കൂട്ടത്തിനൊക്കെ ഈ ഭവനത്തിൽ പ്രാർത്ഥന നടത്തുമ്പോഴൊക്കെ അമ്മയുടെ സാന്നിധ്യവും കൂട്ടായ്മയും ഒക്കെ ലഭിച്ചത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇടവകയ്ക്ക് പ്രത്യേകമായിട്ടുള്ളതായ അനുശോചനം അറിയിക്കുന്നു. ഇടവകയും ഈ ഭവനത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. ഇടവകയെ പ്രതിനിധീകരിച്ച് ഇടവകയുടെ സെക്രട്ടറി ട്രസ്റ്റിയും ചേർന്ന് ഇപ്പോൾ റീത്ത് സമർപ്പിക്കും. ശരീരങ്ങൾ കൈക്കൊണ്ട് പവിത്രരായി മരിച്ചോ കരുണമേ നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും ഭാവികളുമായി ഞങ്ങളുടെ പേര് നിന്നിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. എന്റെ കഥ കൽപ്പനയാൽ വേർപെട്ടു പോയ ഈ ദാസുടെ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്നും ഈ ദാസിയേക്കാൾ വീണ്ടുകൊള്ളണമേ. ഈ ആത്മാവ് ജീവന്റെ സ്ഥാനത്ത് നീതിമാന്മാരുടെ കൂട്ടത്തിൽ ചെന്ന് നിർത്തുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളവേ, ഇപ്പോഴും എല്ലായ്പ്പോഴും നേക്കും ഇവർ നിന്റെ പരിശുദ്ധന്മാർ വസിക്കുമാറാകണമേ. ഓശോ വകുലസുബാൻ മഹത്വം വാഴട്ടെന്നും തൻ ക്രിയകളിലുടയോൻ തെളിയട്ടെ. പാർക്കുമോ എഴുന്നേൽപ്പിച്ചോനെ വാഴ്ത്താൻ വന്നിടുവിൻ. പ്രതിഭാശത്തിനും വിധവാസുതനെ വിടുവിച്ചോനെ നാമെല്ലായ്പ്പോഴും വിശ്രമമെന്നെ സ്തുതി ചെയ്താരാധിക്കേണം. സമകാലോ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപന്മാരുടെ ന്യായാധിപതിയുമായ കർത്താവിനെ സ്തുതി. തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളും കാലങ്ങളും അടിയങ്ങളായ സുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്ന് നീക്കം നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോടുകൂടി വരുവാനിരിക്കുന്നവനുമായ മിശിഹാതമ്പുരാനെ, സംഖ്യാതീതമായ നിലകളും ഗണങ്ങളും 10,000 ദിനവും ഭാഗം പരിഭ്രമിച്ച് ഉറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോബന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോകുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ച് ചേർന്നു പോയ സർവ്വ ശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളതിനെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിമിതവുമായ ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിലും ഭാഗം വന്ന് കൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിങ്ങളുടെ പ്രത്യാശയോടുകൂടി നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിയെ നിന്റെ വത്സഭാവത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്ന് അവസാന ദിവസത്തിൽ ഞാൻ അവനെ എഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായ കൊണ്ടാണ് ചെയ്തവനായ ഈ വചനം ഞങ്ങളുടെ ഈ ദാസിയിലും നീ നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധവും ഇപ്പോഴില്ല ഇപ്പോഴും നേക്കും സ്തുതിയും സ്തോത്രവും ഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളും നീക്കുന്ന കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പോലെ പാർക്കുമോ ജീവസരമേ
ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരായവർക്കും നൽകുന്നു. അവരുടെ അവരെഴുന്നേറ്റു ശരീരം പാനം ചെയ്യുവാൻ പാതാളത്തിൽ സ്നേഹിക്കുന്നവർക്ക് എപ്പോഴും ഉണക്കുവാൻ പറ്റാത്ത ഒരു മുറിവായി ഈ വേർപാട് നിൽക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും. എങ്കിലും ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രത്യാശയുണ്ട്. ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ച് നിത്യലോകത്തിൽ സ്വർഗീയ രാജ്യത്തിൽ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം ഇവിടുത്തെ ജീവിതം അവസാനിക്കുകയും ഒരു പുതിയ ജീവിതം ക്രിസ്തുവിനോടൊപ്പം തുടങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം ആരംഭിക്കുവാൻ തക്കവണ്ണം നമ്മിൽ നിന്നും വാങ്ങി ദൈവദുരുസന്നത്തിലേക്ക് കടന്നു പോകുന്ന ഈ ദാസിയെ നല്ലൊരു യാത്രയേക്ക് കൊടുത്ത് സ്വർഗീയ രാജ്യത്തിൽ കൈക്കൊള്ളുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടുകൂടി യാത്ര അയക്കുന്ന വലിയ സന്ദർഭമാണ് ഈ മരണത്തിൻ്റെ സന്ദർഭം. വേദനകൾ ഒത്തിരി ഉണ്ടാകാം, ഒത്തിരി പ്രയാസങ്ങൾ നമുക്കുണ്ടാകാം. എങ്കിലും നിത്യസ്നേഹവും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന സ്വർഗീയ രാജ്യത്തിലേക്കാണ് ഈ മാതാവിനെ യാത്ര അയക്കുന്നത്. നമുക്ക് വേണ്ടി അവിടെ ചെന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഈ മാതാവിനെ നേരത്തെ അവിടേക്ക് പറഞ്ഞു വിടുകയാണ് എന്നുള്ള ഒരു വലിയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിലും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ മാതാവിനെ ദൈവസന്നിധിയിലേക്ക് യാത്ര അയക്കാം. ഈ മാതാവ് ഈ കുടുംബത്തിൽ ജീവിക്കുന്നത് ഈ കുടുംബത്തിലെ തുടർന്നുള്ള തലമുറകളിലൂടെയാണ്. ഈ മാതാവ് പകർന്നു കൊടുത്ത ദൈവിക വിശ്വാസം, ഈ മാതാവ് പകർന്നു കൊടുത്ത ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ ഈ കുടുംബത്തിലെ മക്കൾ സമൂഹത്തിൽ പകർന്നു കൊടുക്കുമ്പോഴാണ് ഈ മാതാവ് എന്നും ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ഈ അമ്മയുടെ നല്ല വാക്കുകളും ഈ അമ്മ വളർത്തി വലുതാക്കിയ മക്കളിലൂടെ അമ്മയുടെ നല്ല ഗുണങ്ങളും ഈ സമൂഹത്തിന് ലഭിക്കാൻ തക്കവണ്ണം ഈ മാതാവിനെ അതിലൂടെ ഒന്ന് ഓർക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് എല്ലാ പ്രാർത്ഥനകളും ഈ സമയത്ത് സമർപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ അവരെ ആശ്വസിപ്പിക്കട്ടെ. പ്രത്യേക എപ്പാൽ മർഗ്രീഗോറിയോസ് ഇടവാംഗങ്ങളാണ് ഷിബുവും അതുപോലെ തന്നെ നിഷയും. അതോടൊപ്പം തന്നെ ആ ഇടവകയിലുള്ള പല ആളുകളും ഈ കുടുംബവുമായി വളരെയധികം സ്നേഹബന്ധം പുലർത്തുന്നുണ്ട്. ആ ഇടവകയുടെ എല്ലാ പ്രാർത്ഥനകളും അനുശോചനവും ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട എബിയച്ചൻ ഈ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമാണ് ആ കുടുംബം. അങ്ങനെ എബിയച്ചൻ്റെയും ആ കുടുംബത്തിൻ്റെയും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള പ്രത്യേകമായ പ്രാർത്ഥനകൾ ഈ സമയത്ത് സമർപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ഈ മാതാവിൻ്റെ ആത്മാവിനെ സ്വർഗീയ രാജ്യത്തിൽ കൈക്കൊള്ളുകയും ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കും.
യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാൽ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശ തന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ഓർക്കുന്തോറും സ്നേഹമെന്ന് വർദ്ധിച്ചിടുന്നേ, പാർക്കുന്നേടൻ കൂടെ വാഴാൻ എന്തു സാധ്യമോ, പാർക്കുന്നേടൻ കൂടെ വാഴാൻ എന്തു സാധ്യമോ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ശോഭയേറും നാട്ടിലെന്റെ വാസമാകുവാൻ, ശോഭയേറും വീടേക്കൊരുക്കിടുന്നവൻ. കൈകളാക്കി കാത്ത നിത്യപാർപ്പിടം തന്നിൽ, കൈകളാക്കി കാത്ത നിത്യപാർപ്പിടം തന്നിൽ. വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ, വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. എന്നു തീരും എന്റെ കഷ്ടം ഇന്നീ മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തന്നെ ശുദ്ധരൊത്തു പാടിയാക്കുമേ, അന്നു തന്നെ ശുദ്ധരൊത്തു പാടിയാക്കുമേ. എന്നെനിക്കു സാധ്യമോ മകൾ സമ്മേളനം, എന്നെനിക്കു സാധ്യമോ മകൾ സമ്മേളനം. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. നല്ലവനെ വല്ലവനെ ഒന്നു കാന്തനെ, അല്ല തീർക്കാനെന്നു വന്നു ചേർത്തിടുമെന്നെ. തുല്യമില്ല മോദത്തോട് വീണകളെ നീ, തുല്യമില്ല മോദത്തോട് വീണകളെ നീ. ഹല്ലേലൂയ ഗാനം പാടി പാടിടുവാനായി, ഹല്ലേലൂയ ഗാനം പാടി പാടിടുവാനായി. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. കൂടാരമായ ഞങ്ങളുടെ ബഹുമോഹനം കഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനമായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞെരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. പുരിവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടത് തന്നെ. ഉടുപ്പാനിച്ചിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞെരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെ കർത്താവിനോടകന്ന് പരദേശികളാകുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസതലത്തിലെ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടി വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. എന്നാൽ നിങ്ങളുടെ മനസാക്ഷികളിൽ നിന്നും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടല്ല,
മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറവാൻ നിങ്ങൾക്ക് വക ഉണ്ടാവേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്യുന്നത്. ഞങ്ങൾ വിവശന്മാർ എന്ന് വരികിൽ ദൈവത്തിന് സുബോധമുള്ളവർ എന്ന് വരികിൽ നിങ്ങൾക്ക് ആകുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചുപോയി, എല്ലാവരും മരിച്ചു എന്ന് ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിൽ ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെ ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ വരവേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. പാവം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ദൈവമേ വിളിക്കും നേരം കാണുമെൻ എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനം മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ താന്റെ നിലയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിക്കൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും.
സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴുകിയത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ട് വന്ന ശേഷം ദൈവം സകലത്തിനും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുക്കുന്നവനും കീഴ്പ്പെട്ടിരിക്കും. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർത്തുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത് എന്തിന്? ഞങ്ങളും നാഴികതോറും പ്രാണഭയത്തിലാകുന്നത് എന്തിന്? സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുവിങ്കൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ് ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷ്യം എന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർത്തുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക, നാളെ ചാകുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് നിർമ്മതരായി ഉണരുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. പ്രിയപ്പെട്ട ലീലാമാൻഡിയുടെ മരണാനന്തര ശുശ്രൂഷകളുടെ രണ്ടാം ശുശ്രൂഷ ഇപ്പോൾ ഭവനത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. പ്രത്യേകിച്ചും ഇപ്പോൾ അത്രയും ബഹുമാനപ്പെട്ട പ്രിൻസ് അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ശുശ്രൂഷകൾക്ക് അച്ഛന് നേതൃത്വം നൽകുമ്പോൾ ഏറെ അനുഗ്രഹീതമായി ഈ ശുശ്രൂഷകളിലായിരിക്കാൻ നിങ്ങളേവരും പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനകൾ ആരംഭിക്കാം. സത്യദൈവത്തിന്റെ നാമത്തിൽ തനിക്ക് ആകാശവും ഭൂമിയും തന്നെ സ്തുതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നവരുമായ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ നീ പരിശുദ്ധനാകുന്നു. മനുഷ്യന്റെ ആയുഷ്കാലത്തിന് പരിമിതി നിർണയിക്കുകയും മരണമുഖേന അതിനെ അഴിച്ച് മായിച്ചു കളയുകയും അക്ഷയവും മനശ്വരവുമായ ജീവിതത്തിനായി വിളിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസിയുടെ
സകല നേരങ്ങളിലും കാലങ്ങളിലും ദൈവം തമ്പുരാനെ അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ആരാധനയും യോഗ്യമാകുന്നു. ബലവാനായ ദൈവം തമ്പുരാനെ, മഹനീയമായ നിന്റെ പ്രത്യക്ഷതയുടെ ആ അവസാന ദിവസത്തിൽ പരേതർ നാശരഹിതമായി ഉദ്ധാനം ചെയ്യുകയും സകല പരേതരുടെയും അസ്ഥികൾ ശേഖരിക്കപ്പെടുകയും സൂര്യചന്ദ്രന്മാർ ഇരുണ്ടുപോവുകയും നക്ഷത്രങ്ങൾ പ്രകാശരഹിതമായി ഭവിക്കുകയും ഭയങ്കരമായ കാഹളങ്ങൾ ധ്വനിക്കുകയും ശുശ്രൂഷകന്മാരായ മാലാഖമാർ ഭയത്തോടെ നിൽക്കുകയും ഭയങ്കരങ്ങളായ പുസ്തകങ്ങൾ തുറക്കപ്പെട്ട് സകലരുടെയും പ്രവൃത്തികൾ പരിശോധിക്കപ്പെടുകയും ജ്ഞാനികൾ മൗനമായും സമർത്ഥന്മാർ വിസ്മയിച്ചു നിൽക്കുകയും നീതിമാന്മാർ മണവറയിൽ സന്തോഷിക്കുകയും ദുഷ്കർമ്മികൾ അഗ്നിക്ക് ഭക്ഷണമായി നൽകപ്പെടുകയും പുണ്യവാന്മാർ പ്രകാശത്തിൽ ആനന്ദിക്കുകയും ദുഷ്ടന്മാർ പുറത്തെ അന്ധകാരത്തിലേക്ക് അയക്കപ്പെടുകയും വിശുദ്ധന്മാർ സന്തോഷിക്കുകയും ശ്രേഷ്ഠന്മാർ ആഹ്ലാദിക്കുകയും പാപികൾ ആഴ്മേറിയ കുഴിയിലേക്ക് വിധിക്കപ്പെടുകയും വലതുഭാഗം ജയത്താൽ ശ്രേഷ്ഠതപ്പെടുകയും ഇടതുഭാഗം നിത്യദണ്ഡനത്തിലേക്ക് തള്ളപ്പെടുകയും ഇരുഭാഗങ്ങളും അവരർഹിക്കുന്നത് പ്രാപിക്കുകയും അവയ്ക്ക് മാറ്റം സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നതുമായ ആ സമയത്ത് കർത്താവേ, നിന്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട ഈ ദാസിയിൽ നിനക്ക് അനുഗമ തോന്നുമാറാകണമേ. നിന്റെ വിശുദ്ധമായ കൈകളാൽ നിർമ്മിക്കപ്പെട്ട് അലങ്കരിക്കപ്പെട്ടതായ ഈ വാത്സല്യ സൃഷ്ടിയിൽ നിനക്ക് സഹതാപം തോന്നണമേ. നിന്നെ സ്തുതിക്കുവാനായി നിർമ്മിക്കപ്പെട്ട ഈ 10 കമ്പിയുള്ള കിന്നരത്തെ കുറിച്ച് നിനക്ക് അനുകമ്പ തോന്നണമേ. മരണം നശിപ്പിക്കുകയും ചിതറിനും മുഴുവനും കൂടായി തീരുകയും ചെയ്തിരിക്കുന്ന ഈ മാനുഷിക ജനലുകളെ കുറിച്ചും കോട്ടകളെ കുറിച്ചും നിനക്ക് അനുകമ്പ തോന്നുമാറാകണമേ. ഊഴിയായി തീർന്നിരിക്കുന്ന ഈ സുന്ദരമായ ആകാരത്തെ കുറിച്ച് നിനക്ക് കഴിവുണ്ടാകണമേ. മാമോദീസയുടെ റോഷ്മയാൽ മുദ്രയിടപ്പെട്ടവളും ജീവനുള്ള നിന്റെ തിരുശരീരങ്ങൾ അനുഭവിച്ചിട്ടുള്ളതുമായ നിന്നിലുള്ള വിശ്വാസത്തിൽ തന്നെ ജീവിതം അവസാനിപ്പിച്ച് നിന്റെ അടുക്കിലേക്ക് യാത്രയായിരിക്കുന്ന ഈ മാതാവിനോട് കനിവ് തോന്നണമേ. പ്രീതിയോടുകൂടെ ഈ ദാസിയുടെ ആത്മാവിനെ കൈക്കൊള്ളുകയും ദുഷ്ടാത്മാക്കളുടെ സ്ഥാനങ്ങളിൽ നിന്നും കാത്ത് നിന്റെ മാലാഖമാരാകുന്ന സേനകളുടെ സഹായത്താൽ സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ സ്ത്രീഭായെ ഉപേക്ഷിച്ചവരോടുകൂടി തിരുമുമ്പിൽ നിന്നും ഈ ദാസിയെ നീ തള്ളിക്കളയരുതേ. കർത്താവേ, നിന്റെ രാജ്യത്തിന്റെ മഹാത്മ്യത്തെ തിരിച്ചറിയുന്നവരോടുകൂടെ നരകശിക്ഷയ്ക്കായി ഇവളെ വിധിക്കരുതേ. നിന്റെ മനുഷ്യ അവതാരത്തെ ദുഷിച്ചവരോടുകൂടി നിന്നോടൊന്നിച്ചുള്ള ആനന്ദത്തിൽ നിന്നും ഈ ദാസിയെ നീ തള്ളിക്കളയരുതേ. മനുഷ്യപ്രീതിയാൽ നിന്റെ മഹാകരുണയാൽ ഈ മാതാവിനെ ദർശിക്കുമാറാകണമേ. നിന്റെ തിരുനിവാസസ്ഥാനത്ത് നീ എത്തിക്കണമേ. നിന്റെ പ്രകാശ മണവറയിൽ നീ ക്രമീകരിക്കണമേ. ജീവകരമായ പുനരുദ്ധാനത്തിനും നിന്റെ വലതുഭാഗത്തുള്ള ശ്രേഷ്ഠമായ നിലയ്ക്കും നീ അർഹയാക്കണമേ. ദൈവം തമ്പുരാനെ കടങ്ങളുടെ മോചനത്താൽ ആനന്ദിപ്പിക്കുകയും പിഴകളുടെ ക്ഷമയാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. മഹനീയമായ നിന്റെ തേജസ്സിനാൽ നീ ആനന്ദിപ്പിക്കണമേ. നിന്റെ വലതുഭാഗത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവരോടുകൂടെ മഹത്വത്തിൽ ഈ ദാസിയെ നീ ശോഭിപ്പിക്കുമാറാകണമേ. കർത്താവേ, ക്ഷണികവും അപകടപൂർണവുമായ ഈ ജീവിതത്തിൽ അവശേഷിക്കുന്ന പാപികളും നിന്റെ ദാസരുമായ ഞങ്ങളെ കരുണാപൂർവമായ നിര്യാണത്തിനും നിന്റെ ഭവനക്കാർക്കും മത്സരന്മാർക്കും ഉചിതവും നിനക്ക് പ്രീതികരവുമായ നല്ല അവസാനത്തിനും അർഹരാക്കണമേ. ഞങ്ങളിൽ ഒരാളെ പോലും നിന്റെ രാജ്യത്തിൽ നിന്നും അന്യരും വേർതിരിക്കപ്പെട്ടവരുമാക്കി തീർക്കാതെ സ്നേഹപൂർവ്വം നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചതുപോലെ വീണ്ടും തിരികെ വന്ന് നിനക്ക് യോഗ്യമായ നിലയിൽ ഞങ്ങളെ ഒരുക്കുമാറാകണമേ. രക്ഷയും വീണ്ടെടുപ്പും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കുമുള്ളതാകുന്നു. ഓശോ സ്വർഗീയാഗ്യം മത്സരരെ ആത്മാത്തെ മെയ്യതിൽ നിന്നും നീക്കി നയിപ്പാൻ മാനവരെ വിട്ടിടുമാ സമയം ഘോരം ദൂതന്മാരെ ദൂരെ കണ്ടാ
പരിശോധിക്കൂ പാപ മലീമസം ആണെങ്കിൽ താപമോടാത്മം കേഴുന്നു സൽക്കർമ്മങ്ങളെ ദർശിച്ചാലോ തീടും മുറിയോറാഹിലൈനുവാദാരെ മൃതരെയോ ധാനത്തിൽ സ്വർഗേ കാൺമാൻ കർത്താവേ ഭാഗ്യം നൽകണം നീതി വിധീശനോടാത്മാവോടെന്നേവം യാചിച്ചോതിടും അതു ഞാൻ കേട്ടേനല്ലോ മൃതികതരെ പ്രതിനാഥായി അങ്ങേ കർപ്പിക്കും ബലികളിലെന്നെ രോധിക്കല്ലേ ആദ്രതയാൽ നാഥദേവ ദാസിക്കേ ഗണമേ പുണ്യം നിൻ മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായി ഇവളെ ധർമ്മിഷ്ഠന്മാരോ തന്മാൽ നീ പാർപ്പിക്കേണം ദോഷത്തെ ഓർത്തിടാതെ വീഴ്ചകളെ മായിക്കേണം പ്രാർത്ഥന കേട്ടിവളെ പുണ്യം ചെയ്തോരോടൊന്നാക്കേണം ആ നിരയിൽ സ്തോത്രം നാദ പാടിയിടട്ടിവൾ നിൻ പേർക്കായി മൃതരും ജീവിക്കുന്നോരും വാഴ്ത്തിയിടും നിന്നെ എന്നും ആദ്രതയാൽ നാദാദേവ ദാസിക്കേ ഗണമേ പുണ്യം നിൻ മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായി മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ചെടി പോലെ 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 നോക്കാതീശോ ശരണത്താലേ നിൻ കൃപയിൽ ശരീരം ഭാക്ഷി തമ്പാരം ചെയ്യുവാൻ പോകാനായി വിടാന എന്നും അവൻ ജീവിപ്പാൻ ഞങ്ങൾക്കിട്ടു മരിച്ചതു ഞാൻ എന്നും കർത്താവ് തന്നരുളിന്റെ മഹത്വം പരമാതിനുയരെ കർത്താവേ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടിടേണം. പ്രിയമുള്ളവരെ, ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി സെന്റ് മേരീസ് കത്തീഡ്രൽ ക്യൂൻസ് റോഡിലേക്ക് പ്രിയപ്പെട്ട മാതാവിന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകും. അവിടുത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിസ്ത്യൻ സെമിട്രി ഗേറ്റ് നമ്പർ 4 വെച്ചാണ് ബാക്കി ഫ്യൂണറലിന്റെ ബാക്കി ശുശ്രൂഷകളൊക്കെ നടത്തപ്പെടുന്നത് എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുന്ന അത്രയും സ്നേഹം നിറഞ്ഞ പ്രിൻസ് അച്ഛൻ അവിടെ തൊട്ടടുത്തുള്ള പ്രഥമ പള്ളി വികാരിയാണ്. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകം കടന്നു വന്ന് പ്രാർത്ഥിച്ചതിലുള്ള കുടുംബത്തിന് വേണ്ടിയുള്ള നന്ദിയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കടന്നു വന്ന് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ തുടർന്നും പ്രിയപ്പെട്ട മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുകയും ചെയ്യും. ഇപ്പോൾ പ്രത്യേകമായിട്ട് കാണേണ്ടവർക്കൊക്കെ മുൻപോട്ട് കടന്നത്
പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിൻ്റെ ഒരു നാമത്തിൽ തനിക്ക് സ്തുതി. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളെ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. ഭാവികളായ എന്ന വിശ്വരാജാവ് നിനക്ക് സ്തുതി. പാർക്കുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. രാജ്യം വരണമേ. തിരുവക്ഷ സർവ്വത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമേ. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടെങ്കിലും പാവങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തൃകൽപ്പന പ്രകാരം നിന്നെ പ്രാപിച്ചിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാട് വലകളിൽ നിന്നും അദൃശ്യരായ അന്ധകാര സേനകളിൽ നിന്നും ഇവളെ സംരക്ഷിച്ച് നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസ്ഥാനത്ത് ചെന്ന് ചേരുവാനും നിന്റെ വിശുദ്ധന്മാരോടൊരുമിച്ച് വസിക്കുവാനും ഇവൾക്ക് നീ സംഗതിയാക്കണമേ. ഓശോ നീ ജീവനെടുത്തിടുമ്പോൾ ഹാലേ ലോയൗഹാലേ ലോയ മൃതരായി മണ്ണിൽ ചേരുന്നു. കർത്തൃമഹത്വം വാഴട്ടെന്നും. ഹാലേ ലോയൗഹാലേ ലോയ നൻ ക്രിയകളിലുടയോൻ തെളിയട്ടെ. ബാറക്കുമോ മനോലം വാദാമുൽ മോലം മുൽ പ്രിയനാം ലാസറിനെ കബറിൽ എഴുന്നേൽപ്പിച്ചെണി വാഴ്ത്താൻ വന്നിടുവിൻ. മൃതിപാശത്തിന്നും വിധവാസുതനെ വിടുവിച്ചോനെ നാം എല്ലായ്പ്പോഴും വിശ്രമമെന്നെ സ്തുതി ചെയ്താരാധിക്കേണം. സ്തോമൻ ഗാലോസ് എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പകഴ്ചയും മാഞ്ഞു പോകാത്തതായ നല്ല ഔന്നത്യവും ഇടവിടാതെ സ്തുതിച്ചു പുകഴ്ത്തുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപന്മാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തൻ്റെ ദാസിയുടെ മരണാനന്തര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. കുലുഹുനിയവുമോ സദഹായമേ. ഉള്ളവനും എന്നേക്ക് നിലനിൽക്കുന്നവനുമായ പിതാവിൻ്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഹമാരുടെ കൂടെ വരുവാനിരിക്കുന്നതിനുമായ മിശിഹാ തമ്പുരാനെ, സംഖ്യാതീതമായ ഇന്ദ്രങ്ങളും ഗണങ്ങളും 10,000 തിരുമുമ്പാകെ പരിഭ്രമിച്ച് വിറച്ചും കൊണ്ട് നിൽക്കുന്നു. ഭയങ്കരമായ ക്രോപന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ച് ചേർന്നുപോയ സർവ്വശരീരങ്ങളും പുതുതായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിൻ്റെ സൃഷ്ടിതാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നല്ലതാകട്ടെ തീയതാകട്ടെ അപ്രകാരം അവനവനാൽ പ്രവർത്തിക്കപ്പെട്ടുള്ളവയേക്കാൾ സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനവും ഭയങ്കരവുമായ സിംഹാസനത്തിന് മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുമ്പോൾ
ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നിന്നുള്ള പ്രത്യാശയോടെ നിന്ന് പ്രാപിച്ചിരിക്കുന്നതിന് ദാസിയെ വലതുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും അവനിലും വസിക്കുന്നു, അവസാന ദിവസത്തിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നുള്ള ജീവന്റെ തിരുവായി കൊണ്ട് അരുളി ചെയ്തിട്ടുള്ളതായ ആ വചനം ഞങ്ങളിലും ഉള്ളിലും നിറവേറ്റണമേ. ഞങ്ങൾ ഞങ്ങളുടെ പരേതരം നിന്റെ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് അതിൻ്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിന് പരിശുദ്ധ സഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളും നാം പ്രാപിക്കുമാറാകണമേ. നഗര കവാടം വഴി ഞാൻ പോകും നേരം കേട്ടൊരു നാദാം ശ്രദ്ധിച്ച് ചെന്നരികെ നിന്നേറ്റാം തോന്നോം നിധനത്തെ ലളിതകളേവര് തരുണന്മാരെയും ബാലന്മാരെയും കണ്ടേൻ, പ്രഭുവനിതകളും ദാസികളും സന്താപാരാവത്തിൽ പാടുന്നു. വ്യസന സമേതം ചോദിച്ചേൻ കേഴു നെന്തിന്നേവാം സുന്ദരരെ വ്യതയോടെന്തിനു പാടിയിടും നിന്നോ ഡോതി മൂട മിണ്ടാതെ നീ കാണുന്നൊരു സൗന്ദര്യം പാതാളത്തിൽ പാഴായി പോയിടും. ഈ രക്താംബര രുചിതയുള്ളോർതൻ ഭൂഷാസുഭഗതയെ കനിയുക കനിയുക കർത്താവേ, ജീവൻ നൽകി തേജോ വസനം നീ അതിനെ അണിയിച്ചിടണമേ. സർവാധീശാസ്തോത്രം സ്തോത്രം ദേ ദേവേശാനിൻ പരിചാരിക തന്നാൽമത്തെ സമാധാനം കൈക്കൊള്ളുക, കന്മഷമഖിലം മോചിക്ക, ഇവളെ വിധിക്കരുതേ നാഥ. നിർമായൻ നീയേകന്താൻ അപരാധികളറിയിച്ചിടോ, നരകത്തിൽ നിവൾ രക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണവറ പോകേണം. ബാരക്കുമോ ശോല ബോല ബ്രോവല റൂഹോ കാദീശോ അഞ്ചീടമരണത്തെ ഞാൻ നിദ്രാഭീതിയുമില്ലേന്നിൽ ദൈവം തീയിൽ നടത്തിയിടും വിധിയോർത്തഞ്ചിടുന്നേ ഞാൻ ബാരക്കുമാ. നീ വാഗ്ദാനത്തിൻ നാടാ സ്വർഗമഹത്വം ചാർത്തിടോ, സൂനു ധ്വനി ജീവൻ നൽകി നിന്നെ വലത്തായി ചേർത്തിടോ. ആന്തനുകാത്തോരാം കന്യാസ്ത്രീകള നീ പ്രാപിക്കും സഹജേ പുനരുദ്ധാനത്തിൽ. വ്യാകുലലോകമിതൻ ചിന്താവിഷയമതായി ആദിമകാലത്തെ കെന്മാനസമോടെ സൃഷ്ടിയോർത്തൊരു ഞാൻ വെമ്പീശാപത്ത മൃത്യുനിമിത്തം വേർവിരിയും നാൾ വരെയും നാരികളത്യധികം വിതയിൽ നാൾ പോക്കി വേ
പ്രസവിച്ചിടുന്നു. ജീവൻ പോയി വേറി പിരിയും മാതാവേ നോക്കിടുമാത്മജരിൽ നെടുവീർപ്പുയരുന്നു. തായില്ല പറവ കുഞ്ഞുങ്ങൾക്കൊപ്പം അതിസന്താപത്താൽ രോദിച്ചിടുന്നു. ഏതീനാരാവം കേൾക്കുന്നോരെല്ലാം ഖേദത്താലവരോടൊപ്പം കരയുന്നു. ദൂതൻ ചാരേവാ നിന്നെ കൊണ്ടിഹപോയി മാരകബാണത്താലെന്നിൽ ഭ്രമമേറ്റി നിർദയപീഡകളാ മർദ്ദിച്ചംഗങ്ങൾ കാൺമീൻ വടിമൂന്നാലെന്നെ താടിച്ച ഞാനാശ്രയഹീന ഞാനയ്യോ ദീന നീൻ സൃഷ്ടിയെ നാഥ കൃപയാൽ പുതുതാക്ക മോറിയോ കരുണാസമ്പൂർണ പുനരുദ്ധാനദിനെ നിന്നോട് സൃഷ്ടിയെ നീ നവമാക്കിയിടേണം. പതിബന്ധം ഹൃദയാൽ വേറായ്മരണ്ടായി തീർന്നൊരു സഹജയ്ക്കായി പ്രാർത്ഥിപ്പിൻ നിങ്ങൾ. അവരൊന്നാകണമേ പുനരുദ്ധാനത്തിൽ മോചിക്കുക പാപം മായിക്കുക ദോഷം സത്യമെഴും വിധിയേ നാളിൽ പാടേണം പരിശുദ്ധന്മാരോ തിവൾ നിൻ സ്തുതിഗീതം. വന്നവനും വരുവാനും മൃതർ തന്നുയരും സ്തുതനെന്നു ശരീര മക്കൾ പാടണമേ. ധന്യൻ ചൊൽകട്ടെ നിദേവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴി എതിരായ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്ന് മഹായി ബാറക്കുമോ. സഹോദരന്മാരെ, പ്രത്യാശയില്ലാത്ത മറ്റാളുകളെ പോലെ നിത്യവായിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുതുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും പ്രതിദാനം ചെയ്യുകയും ചെയ്ത് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അപ്രകാരം തന്നെ ദൈവം യേശുവിൽപ്പെട്ട മരിച്ചവരും അവനോടുകൂടെ കൊണ്ടുപോരും. നമ്മുടെ കർത്താവിങ്കൽ വരുമെങ്കിൽ ജീവനോട് ശേഷിക്കുന്നവർ നമുക്ക് നിത്യപ്രാവചനെ പിന്തുടരേണ്ടി വരികയില്ലെന്ന കർത്താവിൻ്റെ വചനം കൊണ്ട് ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് പ്രധാനമാകാൻ മാലാഖയുടെ അകമ്പടി ശബ്ദം, ദൈവത്തിൻ്റെ കാഹളധ്വനി ഇവയോടുകൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. അപ്പോൾ മത്സ്യകാലപ്പെട്ടവരായി മരിച്ചവർ ആദ്യം ഉദ്ധാനം ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരെ നാം അവരോടുകൂടെ ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെതിരേൽപ്പാനായിട്ട് മേഘങ്ങളിലെടുക്കപ്പെടുകയും അങ്ങനെയല്ല എപ്പോഴും നാം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് സ്ഥിതി ചെയ്യുകയും ചെയ്യും. ആകയാൽ ഈ വചനങ്ങൾ മൂലം പരസ്പരം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ആമീൻ. ഹായ് ബാറക്കുമോ. പ്രീതിപ്പെട്ടി
ചെയ്യണമേ. ആടിയാരിൽ ഏറും കൃപയാൽ ഇവളെ രക്ഷിക്കാം. ഹല്ലേലൂയ. ബാറക് മോർ സ്ലോമോ ലഖുൽഖോ. ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. Evangelion gadishod moranesh mshiho Corus umhionisum en matais liho Magrasonad maresae frucona la alma. അനുഗ്രഹിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ചുനസ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Barak mor holende അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. വീണ്ടും സ്വർഗരാജ്യം മണവാളന്റെയും മണവാട്ടിയുടെയും എതിരേൽപ്പനായിട്ട് ദീപികൾ എടുത്തുകൊണ്ട് പുറപ്പെട്ടവരായ 10 കന്യമാർക്ക് സദൃശ്യമായിരിക്കും. അവരിൽ 5 പേർ ബുദ്ധിമതികളും 5 പേർ ബുദ്ധിഹീനകളുമായിരുന്നു. ബുദ്ധിഹീനകൾ തങ്ങളുടെ ദീപികളെ എടുത്തു, എണ്ണ കൂടെ എടുത്തില്ല. ബുദ്ധിമതികളാകട്ടെ തങ്ങളുടെ ദീപികളോടുകൂടെ പാത്രങ്ങളിൽ എണ്ണയും എടുത്തു. മണവാളൻ താമസിച്ചതുകൊണ്ട് അവരെല്ലാവരും ഒന്നിച്ചുറങ്ങി. അർദ്ധരാത്രിക്ക് ഇതാ മണവാളൻ വരുന്നു, അവൻ്റെ എതിരേൽപ്പിന പുറപ്പെടുവീനെന്ന് വിളിച്ചു പറയുകയുണ്ടായി. അപ്പോൾ ആ കന്യമാർ എല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദീപികളെ തെളിയിച്ചു. ആ ബുദ്ധിഹീനകൾ ബുദ്ധിമതികളോട്, ഇതാ ഞങ്ങളുടെ ദീപികൾ കെട്ടുപോയതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് കുറെ ഞങ്ങൾക്കും തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയായിട്ട്, ഞങ്ങൾക്ക് നിങ്ങൾക്ക് മതിയാകാതെ വന്നേക്കാം, നിങ്ങൾ കച്ചവടക്കാരുടെ അടുക്കൽ പോയി വാങ്ങുവീനെന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ വിരുന്നുശാലയിൽ പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഒടുക്കമാ മറ്റേ കന്യമാരും വന്ന്, പ്രഭോ പ്രഭോ ഞങ്ങൾക്കും വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞു. അവൻ ഉത്തരമായിട്ട് അവരോട്, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ ദിവസത്തെയും ആ സമയത്തെയും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതിനാൽ ജാഗ്രതയായിരിപ്പീൻ എന്ന് കൽപ്പിച്ചരുൾ ചെയ്തു. ബാറക് മോർ ശൈനവ സ്ലോമോ ലഖുൽഖൂൻ. ബറഖുമോർ നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും നിന്ന് യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയേലായിസോൻ എന്ന് ഏറ്റുചൊല്ലണം. കുറിയേലായിസോൻ. മരണമുള്ളതായ ഞങ്ങളുടെ വർഗത്തിന്റെ യഥാർത്ഥ ജീവനാകുന്ന മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കുറിയേലായിസോൻ. സത്യവിശ്വാസത്തോടുകൂടി നിദ്ര പ്രാപിച്ചവരും നിന്റെ കരുണയ്ക്കായി വാഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി നിന്റെ കരുണയും പാപമോചനവും അവർക്ക് നൽകപ്പെടുവാനായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. കുറിയേലായിസോൻ. 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ഏറ്റുചൊല്ലണം. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. നമുക്കെല്ലാവർക്കും ഇപ്പോൾ തലസ്ഥാനങ്ങളിലിരിക്കാം. ഇപ്പോൾ എത്രയും സ്നേഹം നിറഞ്ഞ പ്രിൻസ് കോരാച്ചൻ അച്ഛൻ ഹെബാൾ യെരുശലേം മർത്തോമ പള്ളി വികാരിയാണ്. അച്ഛൻ ഇപ്പോൾ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്നും ഒരു സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിക്കുന്നതാണ്. വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിലേറ്റം വാത്സല്യമുള്ള ഭവനമേ, കടന്നു വന്നിരിക്കുന്ന ഏവരുമേ, കർത്താവായ യേശു ക്രിസ്തുവിലുള്ളതായ പ്രത്യാശയുടെ ആ വലിയ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത്.
ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ആയുസ്സിൻ്റെ ധന്യത എന്ന് പറയുക. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് തൻ്റെ വചനത്തിലൂടെ നമ്മെ അനുദിനം ബലപ്പെടുത്തുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു അനുഭവങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പാണല്ലോ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ഭ്രമിക്കരുത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ വേണ്ടിയാണ്. ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങളും എന്നോടുകൂടെ വസിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്രകാരം ദൈവം നൽകിയ ആയുസ്സിൽ തൻ്റെ പ്രിയപ്പെട്ട ഭവനത്തിൽ കർത്താവിലുള്ള ആശ്രയത്തോടുകൂടെ വളരുവാൻ, അനുഗ്രഹീതമായൊരു കുടുംബത്തെ കെട്ടുപണി ചെയ്യുവാൻ, മക്കളോട് കൊച്ചുമക്കളോടൊക്കെ ഒപ്പം ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒക്കെ കൃപ ലഭിച്ച ഒരു അനുഗ്രഹീതമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമയാണ് നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വലിയ ജീവിതത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയാം. അതുകൊണ്ട് ഈ യാത്ര പോയിരിക്കുമ്പോൾ എനിക്കെൻ്റെ കർത്താവിൻ്റെ ഭവനത്തിൽ ഒരു സ്ഥാനമുണ്ട്, എൻ്റെ കർത്താവ് അതെനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ഉറപ്പോടു കൂടിയാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ മരണം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൻ്റെ അവസാനമല്ല. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം തീരുകയില്ല, പിന്നെയോ നമ്മുടെ യാത്ര തുടരുകയാണ്. ഒരു ചെറിയ കാലഘട്ടം ഈ ലോകത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. അതിൽ തന്നെ എത്രയോ ജീവിതാനുഭവങ്ങൾ, സന്തോഷവും ദുഃഖവും വേദനയും അസ്വസ്ഥതകളും ഒക്കെ അതിലൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ ആത്യന്തികമായ സന്തോഷം ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങളൊന്നും സാരമില്ല എന്നാണല്ലോ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ കഷ്ടങ്ങളൊന്നും തന്നെ സാരമില്ല എന്നെണ്ണിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് നിത്യമായ സന്തോഷത്തിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്ന ഈ മാതാവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വലിയ സ്നേഹത്തിൻ്റെ സാന്നിധ്യമായി എല്ലായ്പ്പോഴും ഒരു നല്ല പുഞ്ചിരിയോടുകൂടെ സ്വീകരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നത്. അതുകൊണ്ട് ആ നല്ല ഓർമ്മകൾ ഈ പ്രിയപ്പെട്ട ഭവനത്തെ, പ്രിയ മകളെ ബലപ്പെടുത്തട്ടെ, കുടുംബത്തെ ശക്തീകരിക്കട്ടെ. കൊച്ചുമക്കൾക്കും ഒരു ദൈവിക പ്രമാണത്തിൽ ജീവിപ്പാനായിട്ടുള്ള ഒത്തിരിയധികം പ്രചോദനങ്ങൾ ഈ വല്യമ്മയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറിയ സന്തോഷമാണ്. അതുകൊണ്ട് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ ഉറപ്പാണല്ലോ നിത്യത. കർത്താവ് ഈ ലോകത്തിൽ മരിച്ചുവെങ്കിൽ അവിടെ തന്നെ ആ കബറിൽ അവസാനിക്കുന്നില്ലല്ലോ. കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ഈ ലോകത്തിൽ മുതലായവരെല്ലാവരും തന്നെ അവിടത്തോടൊപ്പം ചേർക്കപ്പെടുമെന്നുള്ളതാണല്ലോ നമ്മുടെ വിശ്വാസം. അതുകൊണ്ടാണല്ലോ ഇത്ര പ്രത്യാശയോടുകൂടെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് ഏറിയ പ്രത്യാശയോടുകൂടെ നിത്യജീവൻ്റെ ആ ഒരു അനുഭവത്തിൽ ഈ പ്രിയപ്പെട്ട മാതാവ് കാണുമെന്നുള്ള പ്രത്യാശയിൽ ഈ അമ്മയെ യാത്ര അയക്കുന്നത്. ഇനിയും കർത്താവ് വരുന്ന നാളിൽ അവിടുത്തെ മുഖം കണ്ട് ഉണരുവാനായിട്ടുള്ള ആ ഒരു വലിയ പ്രതീക്ഷയാണ് ഈ പ്രാർത്ഥനകളിലെല്ലാം തന്നെയുള്ളത്. അപ്രകാരമുള്ളൊരു ഭാഗ്യകരമായ അനുഭവത്തിന് വിശുദ്ധ കൂദാശകൾ സ്വീകരിച്ചിട്ടുള്ളതായ ഈ അമ്മ, ദൈവത്തിലുള്ള ആശ്രയത്തോടുകൂടെ ജീവിച്ചിട്ടുള്ളതായ ഈ അമ്മ അവിടെ കാണുമെന്നുള്ള ഉറപ്പോടും ധൈര്യത്തോടും കൂടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും അപ്രകാരമുള്ള ഉറപ്പോടുകൂടെ പോകുവാൻ കൊണ്ട് ഇടയാകട്ടെ. നല്ലതായി ജീവിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. നമ്മുടെ ജീവിതം പ്രധാനപ്പെട്ടതാണ് എത്രയായാലും. ആ ജീവിതത്തിൽ ദൈവിക പ്രമാണങ്ങൾ അനുസരിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളത്, പരിതപിക്കാതെ ജീവിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്, അതൊരു വലിയ സന്തോഷമാണ്. അപ്രകാരം ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതത്തിന് ഉടമകളായി തീരുവാൻ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ വൈദികരോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ മഹാകാരുണ്യം അനുഭവിപ്പാൻ ഇടയാകട്ടെ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രിൻസ് അച്ഛനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഈ സമയത്ത് തൃപ്പാദത്തിൽ അറിയിക്കുന്നു. ഇപ്പോൾ ബാംഗ്ലൂർ ഭദ്രാസനത്തിന് വേണ്ടിയും അതുപോലെ കത്തീഡ്രൽ ദേവാലയത്തിന് വേണ്ടിയും അനുശോചനം അർപ്പിച്ചുകൊണ്ടും പ്രാർത്ഥനകൾ നേർന്നുകൊണ്ടും എത്രയും ബഹുമാനപ്പെട്ട ഷിബു ജോർജ് പുലയത്തച്ഛൻ ശോശപ്പ അണിയിക്കുന്നതായിരിക്കും. സെൻറ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിന് വേണ്ടി റീത്ത് സമർപ്പിക്കുവാൻ സ്നേഹം നിറഞ്ഞ തോമസ് കെ സാമങ്കിളിനെ ക്ഷണിക്കുന്നു.
ആൻറ്റി ഇടവകാംഗമായിരുന്ന വാർഡ് നമ്പർ 14 റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ശ്രീ കുര്യൻ പി എബ്രഹാം റീത്ത് സമർപ്പിക്കുന്നു. ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട പ്രിൻസച്ചൻ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തൻ്റെ ജീവിതം നയിച്ച ഒരു മാതാവിനെയാണ് ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർക്കെല്ലാം പരിചയമുള്ളത്. ഏത് സമയത്തും പ്രാർത്ഥനയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ നയിക്കുവാനും അതുപോലെ പ്രിയപ്പെട്ട കുടുംബത്തിനും പ്രത്യേകിച്ച് കൂടെ ആയിരുന്ന മകൾക്കും കുടുംബത്തിനും കൊച്ചുമക്കൾക്കുമൊക്കെ എപ്പോഴും മാതൃകയായിരുന്ന ഒരമ്മയെയാണ് ഇപ്പോൾ ഈ ലോകത്തിൽ നിന്നും നഷ്ടമായിരിക്കുന്നത്. പ്രത്യേകിച്ചും അമ്മയുടെ ആ വിശ്വാസ ജീവിതത്തിൽ തീരെ വയ്യാതെ കിടന്നിരുന്ന അവസരങ്ങളിലൊക്കെ പ്രത്യേകമായി പ്രാർത്ഥിക്കുവാൻ ഓരോ സമയത്ത് വിളിച്ചു പറയുമ്പോഴും അല്ലെങ്കിൽ ആ ഭവനത്തിൽ ചെന്ന് പ്രിയപ്പെട്ട അമ്മ ആ വേദനയുടെ നടുവിൽ കിടന്നിരുന്ന അവസരങ്ങളിൽ അവിടെ കാണുവാൻ ചെല്ലുമ്പോഴുമൊക്കെ വളരെ പ്രത്യാശയോടുകൂടി ഏറെ ദൈവിക ചൈതന്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് ആ കിടക്കയിലായിരുന്ന അമ്മയെ ഓർക്കുകയാണ്. ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് വിശുദ്ധ തൈലാഭിഷേക കൂദാശയും അതുപോലെ വിശുദ്ധ കുർബാനയും ഒരാഴ്ച മുമ്പ് അമ്മ സ്വീകരിച്ചിട്ടാണ് ഈ ലോകത്തിൽ നിന്നും യാത്രയായിരിക്കുന്നത്. പ്രാർത്ഥനയോടെ ഓരോ നിമിഷവും ഒന്ന് കണ്ണുപോലും അടയ്ക്കാതെ ഇത്ര ദിവസവും അമ്മയെ രോഗക്കിടക്കയിൽ ശുശ്രൂഷിച്ച പ്രിയപ്പെട്ട മകളെയും കുടുംബത്തെയും അതുപോലെ വിവാഹശേഷം ദുബായിലേക്ക് വീട്ടിൽ ഭർത്താവിനോടൊപ്പമായിരുന്ന കൊച്ചുമകള് ഇവിടെ അമ്മയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്നതുമൊക്കെ വലിയ മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ്. ഇന്ന് അനേക മക്കൾ അല്ലെങ്കിൽ കൊച്ചുമക്കൾ അമ്മമാരെയും അമ്മച്ചിമാരെയും ഒക്കെ മറന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ കുടുംബം കാണിക്കുന്ന സ്നേഹം വലിയ മാതൃകയാണെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ഈ സങ്കടത്തിൻ്റെ നിമിഷങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയും ദൈവം തമ്പുരാൻ വലിയ ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട മാതാവിൻ്റെ നിര്യാണം അറിഞ്ഞ സമയത്ത് തന്നെ ബാംഗ്ലൂർ ഭദ്രാസനത്തിൻ്റെ ഇടവക മെത്രാപ്പൊലിത്തയായിരിക്കുന്ന അഭിമന്യ ഐസക് മോർ എസ്താത്യോസ് തിരുമനസിനെ ഈ വ്യസന വിവരം അറിയിച്ചപ്പോൾ തിരുമനസ് വലിയ ദുഃഖത്തോടുകൂടി അനുശോചനം കുടുംബത്തെ അറിയിക്കുകയും ആശ്വാസം ദൈവത്തിൽ നിന്നും ലഭിക്കുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം പ്രത്യേകമായി അറിയിക്കട്ടെ. അതുപോലെ ഭദ്രാസനത്തിലെ എല്ലാ ദേവാലയങ്ങളിൽ നിന്നും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരും അവരുടെ അനുശോചനം അറിയിക്കുന്നു. ഇന്ന് നമ്മളുടെ ഈ ദിവസത്തെ ശുശ്രൂഷകളിൽ നേതൃത്വം കൊടുക്കുവാൻ തക്ക വിധത്തിൽ കടന്നു വന്ന് അനുഗ്രഹിക്കുന്ന എത്രയും സ്നേഹം നിറഞ്ഞ ഷിബു ജോർജ് അച്ഛൻ ഹൊസാറോഡ് സെൻറ്റ് ഗ്രിഗോറിയോസ് ദേവാലയത്തിൻ്റെ വികാരി അച്ഛനാണ്. അതുപോലെ മത്തിക്കര സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് ദേവാലയത്തിൻ്റെ വികാരിയായിരിക്കുന്ന ഇപ്പോൾ മോർ ഔഗേൻ ചാപ്പലിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന എത്രയും സ്നേഹം നിറഞ്ഞ കുര്യാക്കോസ് പുന്നച്ചാലിൽ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ കുടുംബമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രത്യേകിച്ചും ഈ കുടുംബത്തിലെ പ്രിയപ്പെട്ട അങ്കിളിൻ്റെ ഇടവക വികാരിയായിരിക്കുന്ന ഹെബാൾ യെരുശലേം മർത്തോമ ദേവാലയത്തിൻ്റെ വികാരിയച്ഛൻ പ്രിൻസ് കോര അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകം അറിയിക്കുന്നു. അച്ഛനും ഭവനത്തിലും അതുപോലെ ദേവാലയത്തിലെ ശുശ്രൂഷകൾക്കുമൊക്കെ കടന്നു വന്ന് സംബന്ധിച്ച് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ടവർക്ക് അന്ത്യചുംബനം നൽകുന്നതിനുള്ള അവസരമാണ്. അതിനു മുൻപായി ധൂപപ്രാർത്ഥന നടത്തും. ഗേറ്റ് നമ്പർ 4 വെച്ചാണ് ബാക്കി ശുശ്രൂഷകൾ നടത്തപ്പെടുന്നത് എന്നറിയിക്കുന്നു. ഇന്ത്യൻ ക്രിസ്ത്യൻ സെമിട്രി ഹൊസൂർ റോഡിൽ ഗേറ്റ് നമ്പർ 4 പ്രാർത്ഥനകൾ തുടരും എന്നുള്ള കാര്യം സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. മക്കളിലൊപ്പൻ കൃപ ചെയ്വതുപോൽ ഹാലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ലിനതുല്യം നരനുടെ നാളുകൾ ഹോ ഹാലേലൂയ. പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ ബാറക്മോ ശുഭോല പോലെ ബ്രോവല റൂഹോ കാദീശോ.
ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസിയെ നീ ജീവസ്വരമതുണർത്തണമേ. കബറിന്നു ധ്യാനത്തിനായി സ്തോമൻ കാലസ്കുറിയേനായി ഉയരെ കുന്നൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നീങ്ങവരവരോട് എഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. എന്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വീടില്ല ഞാൻ. എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തേട്ട് മരിച്ചതു ഞാൻ. എന്നും ഗാർഥാതന്നരളിന് മഹത്വം മുറിയോറാഹിന്മേലൈനു മാരമാതിനുയരെ കർത്താവേ കള്ളന് കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടിടേണം. എല്ലാവർക്കും മുൻപോട്ട് കടന്നു ചെല്ലാം. പ്രിയപ്പെട്ട മാതാവിന് അന്ത്യചുംബനം നൽകിക്കൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്നും മൃതശരീരവും വഹിച്ചുകൊണ്ട് ഇന്ത്യൻ ക്രിസ്ത്യൻ സെമിട്രിയിലേക്ക് എല്ലാവർക്കും പോകാവുന്നതാണ്. വത്സലരേദോരാ തെന്തിനു നിൽക്കുന്നേ അരികിൽ വരിൻ സ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ. സങ്കട കീർത്തനമൻ പേർക്കായി പാടിടുവാൻ മൃതിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോൾ ചുറ്റും പാർത്തേൻ തുണ ചെയ്യുവാൻ വന്നില്ലാരും. വിളികൂട്ടുന്നോർക്കായി വെളിവാകും നാഥ നിൻ ദൈവികമാം വലഭാഗെ നിർത്തണമെന്നെ. വത്സലരേ സത്യ ഭയമാർന്നിടുന്നേൻ കഠിന ഭയത്താൽ എന്നഗത റിളകിടുന്നു. ജഗദീരക്ഷകനാ മസിഹ നൃപനെൻപേർ കാൾവിട്ടതിനാൽ പോകുന്നേൻ സങ്കടപൂർവം.
ആന്റിയുടെ ശുശ്രൂഷയിൽ ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ഒരു ശുശ്രൂഷ കഴിഞ്ഞാൽ നമുക്ക് പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ഭൗതിക ശരീരം കാണാൻ സാധിക്കത്തില്ല. നമ്മൾ മുഖം ഇപ്പോൾ ശീല കൊണ്ട് മൂടുകയാണ്, ശ്വാസത കൊണ്ട് മൂടുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി പ്രിയപ്പെട്ട എല്ലാവരും ഒരുക്കത്തോടുകൂടി ആയിരിക്കണമെന്ന് ഓർമ്മിക്കുന്നു. ഇപ്പോൾ മക്കൾ പ്രിയപ്പെട്ടവർ ദൈവം തമ്പുരാനെ യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടെയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവന് വേണ്ടി ഇപ്പോൾ നിന്റെ ശരീരത്തിൽ മണ്ണായിടുന്നു. മണ്ണാകുന്ന മണ്ണിലേക്ക് തന്നെ തിരികെ പോവുക, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് അരുളി ചെയ്ത പ്രകാരം കർത്താവേ ഇതാ തിരുവനന്തപുരത്തിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്നത് പോലെ ബലഹീനരും മൺമയരുമായ ഞങ്ങളും നിന്നെ സ്തുതിച്ചു പറയുന്നു. സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്ത്രീയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കയറ്റുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നതിനും വഹിച്ചവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ ദൈവമായ കർത്താവ് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുന്തിരിക്കവും മണ്ണ് വണങ്ങിയ എങ്കിൽ എല്ലാവർക്കും മുൻപോട്ട് വന്ന അമ്മയുടെ ശരീരത്തിലേക്ക് പിന്നെ വാഴ്ത്തിയും
നീ വാഴ്ത്തപ്പെട്ടവനാവുന്നു യോഗ്യമാവുന്ന മാത്രം യുക്തമാവുന്ന സകലത്തിന്റെയും ദൈവവും സത്യത്തിന്റെ പിതാവുമായുള്ളവേ നിനക്ക് മേഘപുത്രം ജീവനുള്ള പരിശുദ്ധമായിരിക്കും ചേർച്ചയാകുന്നു അതിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേൻ മോറാനേശുമസിയാതിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളെ നേരിടക്കരുത് കർത്താവേ ഞങ്ങൾ പാപികളാണെന്ന് ഞങ്ങളേക്ക് പറയുന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിറക്കിക്കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ പാർക്കുമോ മക്കളിലൊപ്പം കൃപ ചെയ്യുന്നതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ബോല ബറോവൽ റുഹോ കാദീശോ ശരണത്താലെ നിന്റെ ഭയം ശരീരം ഭക്ഷി ജീവൻ